ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യേശു ദാവീദിന്റെ പുത്രൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10:47 നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഈ വാക്യത്തിൽ ക്രിസ്തുവിനെ യേശു എന്നും ദാവീദിന്റെ പുത്രൻ എന്നും വിളിക്കുന്നു. ഇതേ സ്വഭാവം മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോൾ കർത്താവ് എന്ന മറ്റൊരു പദം ചേർക്കുന്നു. ബർത്തിമായിക്ക് കർത്താവിന്റെ നാമം അറിയാമായിരുന്നു. യേശു എന്നത് ദൈവം നൽകിയ പേരാണ്. മറിയയുടെ ഭർത്താവായ യോസെഫിന് ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നീ അവനെ യേശു എന്ന് വിളിക്കണം, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് മത്തായി സുവിശേഷം 1:21 പറയപ്പെടുന്നു. കർത്താവായ യേശു മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും സാത്താന്റെ പിടിയിൽ നിന്നും രക്ഷിക്കുന്നു. അവൻ പാതാളത്തിൽ നിന്നും നരകത്തിൽ നിന്നും നിത്യമായ അഗ്നിയിൽ നിന്നും വീണ്ടെടുക്കുന്നു. ഞങ്ങൾ അവനെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് രക്ഷകനായ യേശു എന്നാണ്. ആദ്യം നസ്രേനായ യേശുവിനെ ബർത്തിമായി വിളിച്ചത് യേശു എന്നാണ്. വീഞ്ഞു കുടിക്കാതിരിക്കുക, അശുദ്ധമായതൊന്നും ഭക്ഷിക്കാതിരിക്കുക, ഒരു ക്ഷൗരക്കത്തി അവന്റെ തലയിൽ വരാതിരിക്കുക തുടങ്ങിയ വർജനങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും ആ വ്യക്തിയെ നാസിർ വ്രതക്കാരൻ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ഷിംഷോൻ ജനിച്ചു വളർന്നത് നാസിർ വ്രതക്കാരനായാണ്. എന്നാൽ നസ്രേത്തിൽ ജനിച്ചതിനാൽ യേശുവിനെ നസ്രേയൻ എന്നാണ് വിളിച്ചിരുന്നത്. ഒരിക്കൽ യേശു സിനഗോഗിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അശുദ്ധാത്മാവും ബാധിച്ച ഒരാൾ പറഞ്ഞു, എന്നെ വിടൂ, നസ്രേത്തിലെ യേശുവേ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന്? നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നതാണോ? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. എന്നാൽ യേശു അവനെ ശാസിച്ചു, മിണ്ടാതിരിക്കുക, അവനെ വിട്ടു പോക എന്നും. ഇത് മർക്കോസ് സുവിശേഷം 1:24-25 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ഗലീലയിലെ നസ്രേത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനായി എല്ലാ ആളുകളും യേശുവിനെ അറിയാമായിരുന്നു എന്ന് മത്തായി 21:11 കാണാൻ സാധിക്കും. അവന്റെ പുനരുദ്ധാനത്തിന് ശേഷവും അവനെ നസ്രേത്തിലെ യേശു, ക്രൂശിക്കപ്പെട്ടവൻ എന്ന് വിളിക്കുന്നത് മർക്കോസ് 16:6 കാണാൻ കഴിയും. എന്നാൽ ഈ ലോകത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയുടെ നാളുകളിൽ ചില ആളുകൾക്ക് നസ്രേത്ത് പട്ടണത്തോട് പകയുണ്ടായിരുന്നു. നസ്രേത്തിൽ നിന്ന് എന്തെങ്കിലും നല്ലത് വരുമോ എന്ന് നഥനയേൽ ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് അവനോട് പറഞ്ഞു, വന്ന് കാണുക എന്ന്. ഇത് യോഹന്നാൻ 1:46 കാണാൻ സാധിക്കും. നസ്രേത്തിലെ യേശുവിലൂടെ ആയിരങ്ങൾ പ്രയോജനം നേടിയിട്ടുണ്ട്. ബർത്തിമായിക്കും കാഴ്ച ലഭിച്ചു. രണ്ടാമതായി ബർത്തിമായി യേശുവിനെ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിച്ചു. പുതിയ നിയമത്തിലെ ആദ്യ വാക്യം ദാവീദിന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് മത്തായി 1:1 കാണാം. വെളിപ്പാട് 5:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന്. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനെ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കുമ്പോൾ അവൻ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് 22:16 യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയനക്ഷത്രവുമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സങ്കീർത്തനങ്ങൾ 70-71 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 8 22 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.